കടന്നുപോയത് റൊമാൻറ്റിക് മാവോയിസ്റ്റുകളെ മുഴുവൻ നിരാശരാക്കിയ വാരമായി പോയി. രൂപേഷ് അറസ്റ്റിലായതിനേക്കാൾ വിഷമം രൂപേഷിൻ്റെ രൂപം കണ്ടതിലാണ്. വായിച്ച നക്സൽ കഥകളിലോ കണ്ട വിപ്ലവ സിനിമകളിലോ ഇല്ലാത്ത തടിച്ചു കൊഴുത്ത ഒരു മാവോയിസ്റ്റ്. ഒരുമാതിരി CPM-ന്റെ ജില്ലാ സെക്രട്ടറിമാരെ പോലെയുണ്ട്. ആ നിരാശയിൽ നിന്ന് ആരംഭിക്കുന്നു തിരുവാതിരവായിലേക്ക് സ്വാഗതം. മന്ത്രിയായി 4 വർഷമായിട്ടും PK ജയലക്ഷ്മിക്ക് ഒരു മാറ്റവും ഇല്ലെന്ന് ഇനി ആരും പരാതി പറയരുത്. കുമാരിയിൽ നിന്ന് ശ്രീമതിയിലേക്ക് ജയലക്ഷ്മി മാറിയിരിക്കുകയാണ്. നവദമ്പതികൾക്ക് എല്ലാ ആശംസകളും നേരാം. ജയലക്ഷ്മിയുടെ വിവാഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ ആരും കാണാത്ത വലിയ പ്രാധാന്യമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റ ശേഷം അഴിമതിയും വിവാദവും പരാതികളുമില്ലാതെ ഒരു മന്ത്രി ഉൾപ്പെട്ട ആദ്യ വാർത്ത ഈ വിവാഹമായിരിക്കും. അതുകൊണ്ട് അത് ആഘോഷിച്ചിട്ട് മതി ബാക്കി. മംഗലം കൂടാ ഞമ്മളുണ്ട് ചങ്ങായി, ഇന്റെ മംഗലം കൂടാ ഞമ്മളുണ്ട് ചങ്ങായി. മംഗലം കൂടാ ഞമ്മളുണ്ട് ചങ്ങായി, ഇന്റെ മംഗലം കൂടാ ഞമ്മളുണ്ട് ചങ്ങായി. പഠിച്ചോ നിരീച്ചത് നടക്കട്ടടാ ചങ്ങായി, പഠിച്ചോ നിരീച്ചത് നടക്കട്ടടാ ചങ്ങായി. 100 കൊല്ലം ഒരുമിച്ച് ഇങ്ങനെ സന്തോഷായിട്ട് ജീവിക്കണടാ ചങ്ങായി. ചങ്ങായി ചങ്ങായി ചങ്ങായി, മംഗലം കൂടാ ഞമ്മളുണ്ട് ചങ്ങായി, ഇന്റെ മംഗലം കൂടാ ഞമ്മളുണ്ട് ചങ്ങായി. എന്തേത് 25 പേരിന് മറ്റൊരു ജാതക്കുള്ള ആളക്കണം ഞാനെന്ത് കാണിക്കാനാ? മരുതി കാറിലെ മരുതി കാറിലെ റോഡ് ചുറ്റണ്ട ചങ്ങായി, നല്ലവൻ ഇവൻ എന്നവൾ ചൊല്ലും എന്നെന്നും എന്റെ ചങ്ങായി. ബാലകൃഷ്ണപിള്ളയും മകൻ ഗണേഷ് കുമാറും ഘട്ടം ഘട്ടമായി ഇടതുമുന്നണിയിൽ ചേരുന്ന പ്രക്രിയ പുരോഗമിക്കുകയാണ്. സർക്കാരിനെതിരെ സമരം നടത്തുന്ന ഇടതു നേതാക്കളെ പിള്ളയും മോനും സെക്രട്ടേറിയറ്റ് നടയിൽ അവിചാരിതമായി കണ്ടുമുട്ടിയതാണ് പുതിയ അധ്യായം. കണ്ടുമുട്ടുക മാത്രമല്ല, ഒരു ഉളുപ്പും കൂടാതെ കണ്ട് കൈ കൊടുക്കുകയും കസേരയിട്ട് ഇരിക്കുകയും ചെയ്തു. മകനാണ് ആദ്യം വന്നത്. ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ഗണേഷ് കുമാർ ഇവിടെ വന്നിരിക്കുകയാണ്. നമ്മുടെ അഴിമതി വിരുദ്ധ സമരത്തിന് ആവേശം പകരുന്നതിന് ശ്രീ ഗണേഷ് കുമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുക. ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ സംസ്കാര ശൂന്യനായ സഖാവിയെ സച്ചാൻ അദ്ദേഹം തരം താഴ്ന്ന ദുഷ്ടനായ ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി എന്നുള്ളതാണ് ചരിത്രത്തിൽ കേരളത്തിന്റെ ദുഃഖം എന്ന് ഞാൻ പറയും. നാടിന്റെ നന്മയും സ്നേഹവും ചൊരിഞ്ഞ നേതാക്കന്മാരിരുന്ന കസേരയിൽ ഇത്രയും നികൃഷ്ടനായ ഒരു ജീവി ഇരിക്കുന്നു എന്നതാണ് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അപകടം. ഈ വിധി വരുന്ന ദിവസം എന്റെ മുഖത്തേക്ക് നോക്കിയ VS അച്യുതാനന്ദൻ നിയമസഭയിൽ പുച്ഛിച്ചൊന്ന് തിരിച്ചു. മണിക്കൂറുകൾ കഴിയട്ടെ, നിനക്ക് കാണിച്ചു തരാം എന്നാണ് എക്സ്പ്രഷൻ എന്ന് എനിക്ക് മനസ്സിലായി. പെൻഷൻ പറ്റിയ ജഡ്ജിക്ക് പ്രത്യുപകാരമായി ബാലകൃഷ്ണപിള്ളയെ ശിക്ഷിച്ചതിന് പ്രത്യുപകാരമായി ഈ നികൃഷ്ട ജീവി നൽകിയിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷന്റെ പോസ്റ്റാണ്. ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ. ശ്രീ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴും നല്ലൊരു ഭരണാധികാരിയായിരുന്നു. അഴിമതിക്കെതിരെ ധീരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളയാളാണ് ശ്രീ KB ഗണേഷ് കുമാർ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ഗണേഷ് കുമാറിന് സിനിമയിൽ ഡയലോഗുകൾ എന്നും കുറവായിരുന്നു. ആ കുറവ് പ്രസംഗിക്കാൻ എത്തുമ്പോഴാണ് അദ്ദേഹം നികത്താറുള്ളത്. ഇടതുമുന്നണി വേദിയിലെ അരങ്ങേറ്റത്തിന് ഡയലോഗുകൾ മാത്രമല്ല കൂട്ടിനുണ്ടായിരുന്നത്, മറ്റ് നേതാക്കളെ കടത്തിവിട്ടാൻ ചില കടലാസുകളും എടുത്തു വീശി. പക്ഷെ ഞാനെന്ന് നോക്കട്ടെ, പൊതുവായി ഞാൻ
LDF-ന്റെ നേതാക്കൾ പ്രതിപക്ഷ നേതാവടക്കം ഇരിക്കുന്നിടത്ത് വെച്ച് 2 കടലാസ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് തരാം. ഞാൻ ഈ കാണിക്കുന്ന കടലാസ്, അതായത് ഒരു മന്ത്രിക്ക്, PWD മന്ത്രിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെയും അസിസ്റ്റന്റ് എഞ്ചിനീയർമാരുടെയും AXമാരുടെയും സ്ഥലം മാറ്റത്തിന്റെ ലിസ്റ്റ് തയ്യാറാക്കി തന്റെ ലെറ്റർ പാഡിൽ ടൈപ്പ് ചെയ്തു സെക്രട്ടറിക്ക് കൊടുത്ത് സ്ഥലം മാറ്റാൻ അധികാരമുണ്ട് എന്ന് മാത്രമേ ഈ നേതാക്കളോട് ഞാൻ ചോദിക്കുന്നു. പ്രമുഖരായ, വളരെ സീനിയറായ മന്ത്രിമാരുണ്ട്, രാഷ്ട്രീയ പ്രമുഖരായ ആൾക്കാരുണ്ട്. ആ ലിസ്റ്റാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഇബ്രാഹിം കുഞ്ഞ് എഴുതി കൊടുത്തിരിക്കുകയാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലെറ്റർ പാഡിലാണ്, നോക്കൂ, ലെറ്റർ പാഡ് എഴുതി കൊടുത്തിരിക്കുകയാണ്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇഷ്യൂ ട്രാൻസ്ഫർ ഓർഡേഴ്സ്, ഞാൻ എന്താണ്ട് നോക്കിയിട്ട് നേതാക്കന്മാർ കാണട്ടെ, ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ കണ്ടു നോക്കൂ, പരിശോധിക്കൂ. എഴുതി കൊടുത്ത് മന്ത്രിക്ക് സ്ഥലം മാറ്റം നടത്താൻ. ഞാൻ ഇവിടെ നിന്ന് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെ കുറിച്ച് ഞാൻ നിയമസഭ പറഞ്ഞു. അതാണ് ആവർത്തിക്കാനുള്ളത്. അവർ അഴിമതി നടത്തുന്നു. ആ അഴിമതി അംഗീകരിച്ചുകൊണ്ട് ഒരു ലിസ്റ്റ്, ഈ ലിസ്റ്റ് എങ്ങനെയുണ്ടായി? രാഷ്ട്രീയത്തിൽ ഒരാൾ എവിടെ നിൽക്കുന്നു എന്നത് അവർ എവിടെ ഇരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്ന് പറയുന്നത് എത്ര ശരിയാണ്. പക്ഷം മാറുമ്പോൾ നിലപാടുകൾ മാത്രമല്ല, വ്യക്തികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും മാറി മറിഞ്ഞു പോകും. കേരളത്തിൽ നടക്കുന്ന അഴിമതി, ഉമ്മൻചാണ്ടിയാണ് ഇതിന് അധ്യക്ഷൻ. ഉമ്മൻചാണ്ടി ഉണ്ടോ എന്നൊന്നും ആർക്കും സംശയം വേണ്ട. ഉമ്മൻചാണ്ടി തന്നെയാണ് ഈ അഴിമതികളുടെ അധ്യക്ഷൻ. ഇന്ത്യയിൽ ഏറ്റവും യോഗ്യതയുള്ളത് ശ്രീ ഉമ്മൻചാണ്ടിക്കാണെന്ന് ഞാൻ അഭിമാനത്തോടെ പറയും. കാരണം ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ ചെയ്ത നല്ല കാര്യങ്ങൾ, ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു മുഹൂർത്തമാണത്. ഉമ്മൻചാണ്ടിയുടെ ആവശ്യപ്രകാരവും ആഗ്രഹപ്രകാരവും അഴിമതി നടത്താൻ മന്ത്രിമാരെ രക്ഷിക്കേണ്ട ജോലി ഉമ്മൻചാണ്ടിക്കും. പിന്നെ ഉമ്മൻചാണ്ടിയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള അനുഭവം അടുത്ത് വന്നാൽ മനസ്സിലാവും. പുറത്തു പറയാത്ത പല കാര്യങ്ങളുണ്ട്. അദ്ദേഹം ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ എല്ലാ പ്രതിസന്ധികളും നേരിടുമ്പോഴും തീയിലൂടെ അദ്ദേഹം നടക്കുമ്പോഴും ഞാൻ പറയും ഉമ്മൻചാണ്ടി ഇതിനെ തരണം ചെയ്യും. വേറൊന്നും കൊണ്ടല്ല, ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കും. കാരണം അനേകം പാവങ്ങളുടെയും വേദന അനുഭവിക്കുന്നതിന്റെയും പ്രാർത്ഥന ഉമ്മൻചാണ്ടിക്കുണ്ട്. അവിടെ രാഷ്ട്രീയവുമില്ല, ജാതിയുമില്ല, മതവുമില്ല. സത്യത്തിൽ ഉമ്മൻചാണ്ടി ചെയ്യുന്നത് രക്ഷിക്കാനെന്ന് പറഞ്ഞ് അടുത്തുകൂടി ഭക്ഷിച്ചിട്ട് പോകുന്ന ഒരു രാക്ഷസന്റെ സ്വഭാവമാണ് ഉമ്മൻചാണ്ടിക്കുള്ളത്. കാരണം നമ്മൾ വിചാരിക്കും അദ്ദേഹം രക്ഷിക്കാൻ വന്നതാണ്. ഇപ്പൊ മാണി വിചാരിച്ചേക്കുന്ന അദ്ദേഹത്തെ രക്ഷിക്കാൻ വന്നെന്നാ, പക്ഷെ അല്ല, ഭക്ഷിക്കാൻ വന്നതാണെന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ഞാൻ അദ്ദേഹത്തോടൊപ്പം പൊതുജന സമ്പർക്ക പരിപാടിയിൽ 2 ജില്ലകളിൽ പങ്കെടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു, ഗണേശൻ കാര്യം ചെയ്യും, ഞാൻ അവിടെ ഓടിയെത്തൽ പ്രയാസമാണ്, അതുകൊണ്ട് ഈ ആംബുലൻസ് എല്ലാം കുറെ ഗണേശൻ കയറി നോക്ക്, എന്നിട്ടൊരു കാര്യം ചെയ്യൂ, ഉത്തമം തോന്നുന്ന ഏത് തുകയെ അനുഭവിച്ചോളൂ, 1 ലക്ഷവും 1.5 ലക്ഷവും ഗണേശന് തോന്നുമ്പം ഇത് എത്രത്തോളം ദൈവം അവർ അർഹിക്കുന്നു നോക്കിയിട്ട് അവർക്ക് ഉദാരമായി പണം അനുവദിച്ചു കൊടുക്കണം. അല്ലാതെ ഇത്ര 50,000 രൂപ കൊടുക്കണ്ട കേട്ടോ ഗണേശ എന്നല്ല പറഞ്ഞത്. അത് ഗണേഷ് കുമാർ അവിടെ ചെല്ലുമ്പോൾ അത് കാണുമ്പോൾ എത്ര തവണ അവർ വേദന അനുഭവിക്കുന്നു മനസ്സിലാക്കി അതിന് തത്തുല്യമായ ഒരു തുക ഉദാരമായി അവർക്ക് അനുവദിച്ചു കൊടുക്കാൻ ഞാൻ ഗണേഷ് കുമാറിനെ ചുമതലപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം. അച്ഛൻപിള്ള അല്പം വൈകിയാണ് പ്രതിഷേധിക്കാനുള്ള യോഗത്തിന് വന്നത്. തന്നെക്കാൾ വലിയവൻ തന്റെ പിന്നാലെ വരുമെന്ന് ഗണേഷ് കുമാർ വന്നപ്പോൾ തന്നെ മൈക്ക് അനൗൺസ്മെന്റ് നടത്തിയ കാരണം എല്ലാവരും അത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. യുഡിഎഫിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള ശ്രീ ബാലകൃഷ്ണപിള്ള ഈ സമരത്തിന് അഭിവാദ്യം നേടാൻ എത്തിച്ചേരുന്നുണ്ട്. ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ? എനിക്ക് അച്യുതാനന്ദനോട് പറയാനുള്ളത്, അച്യുതാനന്ദൻ ഈ വീടുകളിൽ ഒളിഞ്ഞു നോക്കുന്നത് തന്റെ വീട്ടിൽ ഒളിഞ്ഞു നോക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷം മതി മറ്റുള്ളവരുടെ വീട്ടിൽ ഒളിഞ്ഞു നോക്കാൻ. അവിടെ ഒളിഞ്ഞു നോക്കിയാൽ പലതും വരും. അച്യുതാനന്ദന്റെ ജീവിതം എന്താ? ജീവിതം ഉമ്മൻചാണ്ടിയുടെ ശൈലിയ ആണോ അച്യുതാനന്ദൻ? അച്യുതാനന്ദൻ ഇപ്പോഴും പോകുമ്പോൾ ഒരു വണ്ടി ഡാക്ടർമാരും കൂടെ വേണം, ഇടയ്ക്ക് ചത്തുപോയോലൊന്നും വരുത്തി. അടുത്ത കാലത്ത് അദ്ദേഹം ഒരു സ്ഥലത്ത് ചെന്നു, പ്രതിപക്ഷ നേതാവായിട്ടും അദ്ദേഹം വിട്ടിട്ടില്ല. ഒരു ഗസ്റ്റ് ഹൗസിൽ ചെന്നു. ഞാൻ ചെന്നപ്പോൾ അതിനോട് പരാതി പറഞ്ഞതാ, ആഹാരം കഴിച്ചു കൈ കഴുകാൻ ടാപ്പ് തുറന്നപ്പോ ചൂടുവെള്ളം കിട്ടാത്തതുകൊണ്ട് ഗസ്റ്റ് ഹൗസിലെ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യിച്ച പത്തനംതിട്ടയിലാ ഇറങ്ങുമല്ലേ, അതും കൂടെ പറഞ്ഞ കാര്യം നാളെ രാവിലെ ഇട്ടും പോയി. പത്തനംതിട്ട ഗസ്റ്റ് ഹൗസിലാ സസ്പെൻഡ് ചെയ്യിച്ച ആളാ ചൂടുവെള്ളം കൈ കഴുകാൻ. ഓ, ഇയാള് ചൂടുവെള്ളം കഴുകി എല്ലയോ പണ്ട് കയർ ഫാക്ടറി പ്രവർത്തിച്ചതും തച്ചതും ഒക്കെ. ചൂടുവെള്ളം കൊണ്ടല്ലയോ നടത്തിയത് പരിപാടികളെ. ചൂടുവെള്ളമില്ല, എന്ത് കുഴപ്പമെന്നറിയാമോ? ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ? അഭിവാദ്യം നേർന്ന 1-2 വാക്കുകൾ സംസാരിക്കാൻ ക്ഷണിക്കുകയാണ്. മറക്കാം എല്ലാം നമുക്കിനി മറക്കാം. ഇടതുമുന്നണിയിലെ ആസ്ഥാന കലാകാരന്മാരെ മുഴുവൻ അപ്രസക്തരാക്കിയ പ്രകടനമാണ് അച്ഛനും മകനും കാഴ്ചവെച്ചത്. ഇപ്പോഴിവർ പ്രത്യേക ക്ഷണിതാക്കളാണ്, ഇനി സ്ഥിരം ക്ഷണിതാക്കളാകും, പിന്നെ മുന്നണി അംഗവും. ഇടതുമുന്നണിയിലെ പിണറായി വിജയൻ മുതൽ ഉഴവൂർ വിജയൻ വരെയുള്ള പ്രാസംഗികൾക്ക് കടുത്ത ഭീഷണിയാണ് പിള്ള. ഉമ്മൻചാണ്ടിക്ക് ആകെ സ്നേഹം
അദ്ദേഹം ഇരിക്കുന്ന കസേരയിൽ 1 കൊല്ലം കൂടി ഇരിക്കണം. ഒരു കാര്യം ഞാൻ പറയാം ഉമ്മൻചാണ്ടിയോട്, ഉമ്മൻചാണ്ടി അടുത്ത പ്രാവശ്യം പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ പോലും ഇരിക്കാൻ പോകുന്നില്ല. ഇന്നത്തെ ഈ പോക്ക് പോയാൽ ഉമ്മൻചാണ്ടി ഇതിന് മുഴുവൻ കൂട്ടാ. ഉമ്മൻചാണ്ടിക്ക് ഭരിച്ചാൽ മതി. ഒരാൾക്ക് പണവും കൊണ്ടുപോയി 50 ലക്ഷം രൂപ എൻ്റെ ജില്ലയിൽ നിന്നാ പാറക്കാരാ കൊണ്ടുപോയി ക്വാറി 2.5 മേടിച്ചതിൽ 50 അവിടുന്ന. 2013 ഇവർ പോയ വഴിക്ക് പൊൻകുന്നത്തുനിന്ന് ഒരു ബാറിൽ കയറി ഇച്ചിരി അടിച്ച്, പൊൻകുന്നത്താ അടിച്ചു. പോയത് പത്തനാപുരം പത്തനംതിട്ട വഴിയാ അടിച്ച്. അപ്പൊ രൂപ കൊടുക്കണം. അപ്പൊ ഈ ബാഗ് കയ്യിലുണ്ട്, ഊരിയാ മതി. ഒരു 6000 രൂപ ഊരി അവിടെ കൊടുത്തു. ഏത് 1000 രൂപയുടെ കെട്ടിയിരുന്നു. പണ്ടാന്നേ കുത്തിക്കെട്ടും. ഇപ്പൊ എവരെ കരുതിയായിരിക്കും റിസർവ് ബാങ്ക് കുത്തിക്കെട്ടണ്ടെന്ന് തീരുമാനിച്ചത്. കൊടുത്തു. അവിടെ കൊണ്ടുപോയി ഈ പണം കൊടുത്തേച്ചിറങ്ങി ഒരു 2 കിലോമീറ്റർ ഒരു വണ്ടി വരുമ്പോ തിരിച്ചു വിളിച്ചു പറഞ്ഞു, ഇതിനകത്തൊരു 6000 രൂപ കുറവുണ്ട്, അതിവിടെ കൊണ്ടു കൊടുക്കാൻ. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ച ഈ നോട്ട് എണ്ണുന്ന മിഷൻ ഉണ്ടെന്നുള്ള വിഷയം. അല്ലെങ്കിൽ 50 ലക്ഷം രൂപ 2 പേരൊക്കെ കൊണ്ടിട്ട് തീർക്കാൻ പറ്റുമല്ലോ. റേഷൻ മന്ത്രിക്കൊക്കെ ഒരു ഗുണമുണ്ട്. ഒരു വള്ളക്കാരന്റെ കഥയുണ്ട്, അതുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു വള്ളക്കാരനുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ കാര്യമാണ് ഈ പറയുന്നത്. അവിടെ ഈ വള്ളം കൊണ്ട് നിർത്തുമ്പോൾ ഇതിനകത്ത് നിറച്ച ആളാ. അപ്പൊ ഈ വയസ്സനായ വള്ളക്കാരൻ ഈ സ്ത്രീകളെയും മറ്റുമൊക്കെ മുട്ടപ്പം വെള്ളത്തിലിറക്കും, അല്ലെങ്കിൽ വള്ളം ഉറച്ചു പോകും. തിരിച്ചാള് കയറിയാൽ പുറകോട്ട് കുത്തിയിറക്കാൻ പ്രയാസമാണ്. ഇപ്പൊ വെള്ളമൊന്നുമില്ല, കടവായെല്ലാം പാലമായി. ഇപ്പൊ പുള്ളി അങ്ങ് മരിച്ചു. മരിച്ചപ്പോ മകൻ വെള്ളത്തിന്റെ പണി ഏറ്റെടുത്തു. ഏറ്റെടുത്ത പറഞ്ഞ എൻ്റെ അച്ഛനെ നല്ലതാന്ന് പറയിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പൊ അവ എന്ത് ചെയ്തു? ഈ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ അരക്കൊപ്പം വെള്ളത്തിൽ ഇറക്കാൻ തുടങ്ങി. നേരത്തെ മുട്ടറ്റം വെള്ളത്തിലാണ് ഇറക്കിയത്. അപ്പൊ പറഞ്ഞു, അയ്യോ അവന്റെ തന്ത എത്രയോ ഭേദമായിരുന്നു, നമ്മുടെ അനൂപ് ജേക്കബ് അങ്ങനെയാണ് ഇപ്പൊ ഈ രാജ്യം ഭരിക്കുന്നത്. കഥ പറയും, കവിത ചൊല്ലും, പഴഞ്ചൊല്ലു പറയും, പരിഹസിക്കും, ആക്രമിക്കും എന്ന് വേണ്ട, മൈക്ക് കയ്യിൽ കിട്ടിയാൽ എന്തും ചെയ്യും ഈ പിള്ളയും മോനും. വേദിയും സദസ്സും നോക്കിയായിരിക്കും എന്ന് മാത്രം. തൊട്ടടുത്ത നാൾ വരെ UDF നേതാക്കളെ കോരിത്തരിപ്പിച്ചിരുന്ന പ്രസംഗത്തിലെ കൊട്ടാരക്കര ചിട്ട ഇനി LDFന് സ്വന്തം. ഒരുപാട് പറയാനുണ്ട്. 3-4 മണിക്കൂർ പറഞ്ഞാലും ഇയാളെ പറ്റി പറഞ്ഞാൽ തീരത്തില്ല. ഇയാളെ ആരാണ്ട് പറഞ്ഞ് ശിക്ഷിക്കരുന്ന്. ശിക്ഷിക്കാൻ പറ്റിയ സാധ്യതയില്ല. കാരണം ശിക്ഷയൊക്കെ വരുന്നതിന് മുമ്പ് മയ്യത്തായി പോകും. അതുകൊണ്ട് ശിക്ഷ നടക്കില്ല. ശിക്ഷയൊന്നും നടക്കത്തില്ല. ശിക്ഷിക്കാൻ പിന്നെ നമുക്കൊന്ന് അലക്കാം, അതേ ഉള്ളൂ. ശിക്ഷയൊന്നും നടക്കില്ല. ഇപ്പൊ തന്നെ 92 വയസ്സ് കുറച്ചാ പക്ഷെങ്കിലും ഈ അവസാന കാലം ശനി ഉഗ്ര രൂപത്തിലാണ്. കുറച്ച് കഴിയുമ്പോ രാഹുലൂടെ ചേരും അതിന്റെ കൂടെ. അപ്പൊ ശരിയാവും. അപ്പൊ അതുകൊണ്ട് അച്യുതാനന്ദനെ ശിക്ഷിപ്പിക്കാൻ ഈ ഗവൺമെന്റ് അല്ല ആര് വിചാരിച്ചാലും പറ്റുകയില്ല. കൂടുള്ളവർക്ക് ശിക്ഷ കിട്ടും, പക്ഷെ മൂപ്പിലാൻ കാണുകയില്ല. അതുകൊണ്ട് ശിക്ഷ കിട്ടുകയില്ല. അതുകൊണ്ട് ഈ ഉമ്മൻചാണ്ടിയുടെ പുറകെ കൂടിയിരിക്കുന്നത് കേരളം നശിപ്പിക്കാനാണ്. അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിറങ്ങണമെന്നാണ് അവരുടെ ഒരു വിശ്വാസം. പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിറങ്ങിയാൽ ഞാൻ മുമ്പേ പറഞ്ഞത് കുറെ കൂടെ നേരത്തെ ആയിപ്പോകും. സി ദിവാകരൻ വക ഒരു പ്രകടനമാണിനി. നിയമസഭയ്ക്കുള്ളിലെ താണ്ഡവ സമരത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് ദിവാകരൻ ഇനിയും ഉണർന്നിട്ടില്ല. വനിതാ MLA-മാരെ ആക്രമിച്ചെന്ന പരാതിയിൽ വാഹിദിനെതിരെ കേസെടുക്കുമെന്ന് കരുതി ഇത്രയും നാൾ കാത്തിരുന്നു. പോലീസ് അനങ്ങുന്നില്ല. എന്നാൽ നിയമവും ചട്ടവും വരെ പറഞ്ഞുകൊടുത്ത് കേസെടുപ്പിക്കാനാണ് ദിവാകരന്റെ ശ്രമം. എന്റെ കയ്യിൽ ആ ഭേദഗതിയുണ്ട്, നിയമ ഭേദഗതി, ഇന്ത്യൻ പീനൽ കോഡിന്റെ നിയമ ഭേദഗതി 354. Offense to public tranquility 292 IPC and section 353 IPC. Assault or criminal force to woman with the intent to outrage her modesty. Section 185 Motor Vehicles Act, punishable as per section 279 of the Indian Penal Code. രണ്ടാമത്തെ 509 ദുരുദ്ദേശത്തോടുകൂടി സ്ത്രീയെ നോക്കിയാൽ നിയമം പാസാക്കി വെച്ചിരിക്കുകയാണ്. Then for resisting lawful apprehension, section 41(1) ECRPC and 224 IPC. Or act intended, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി, modesty of a woman. വേണ്ടി വന്നാൽ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ റെലവന്റ് വകുപ്പുകളും. ഞാൻ സ്വീകാര്യം പോലീസിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇത് കൊടുക്കാൻ തയ്യാറാണ്. ഈ നിയമം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ കിട്ടിയ പെറ്റീഷൻ വെച്ചിട്ട് എന്ത് ചെയ്ത്? അവിടെ കൊണ്ടുവന്ന പെറ്റീഷൻ വെച്ച് നിങ്ങൾ എന്ത് ചെയ്ത്? നിങ്ങൾ മുകളിലുള്ള ഏമാമാരുടെ വിളിച്ച് ചോദിച്ചാൽ എന്തിനാണ് ചോദിക്കുന്നത്? നിങ്ങളുടെ ട്രെയിനിങ് എന്താണ്? ഞാൻ നിങ്ങളുടെ IPS ട്രെയിനിങ്ങിന് മാനേജ്മെന്റിൽ ക്ലാസ് എടുക്കാൻ വന്ന ഒരുത്തനാണ്. IPS-കാരുടെ അവിടെ പറയുന്ന നിയമാനുസരിച്ച് ആക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഇല്ല. നിങ്ങളുടെ മാസ്റ്റർ നിയമമാണ്, കോൺസ്റ്റിറ്റ്യൂഷനാണ്. കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന ഭരണക്കാരല്ല.
നിങ്ങൾ അനാവശ്യം നിയമവിരുദ്ധമായി നിങ്ങൾ ഇടപെട്ടാൽ ഭരണക്കാർ പറയും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ എന്തുകൊണ്ട് ഈ മൗനം? യഥാർത്ഥത്തിൽ പോലീസ് ആക്ട് ചെയ്യേണ്ടതാണ്, ചെയ്യുന്നില്ല. സെക്ഷൻ 154, സെക്ഷൻ 164, CRPC സെക്ഷൻ 349, IPC സെക്ഷൻ 329, 349, 111, 529. ഇയാളുടെ പേരിൽ 48 മണിക്കൂറിനകം ഇനിയെങ്കിലും ശ്രീകാര്യം പോലീസ് കേസെടുത്ത നടപടി അറസ്റ്റ് ചെയ്യണം. കേസെടുത്ത അറസ്റ്റ് ചെയ്യാമല്ലോ. അറസ്റ്റ് ചെയ്യാന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. അറസ്റ്റ് ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾ പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ചെയ്യില്ല. അറസ്റ്റ് ചെയ്ത് ചെമ്പുള്ളിയും കരിമ്പുള്ളിയും കുത്തി കഴുതപ്പുറത്ത് കയറ്റി ചെണ്ടയടിച്ച് മണ്ഡലം മുഴുവൻ കാണിക്കണം. അതിനുള്ള ചട്ടം മാത്രം സഖാവ് പറഞ്ഞില്ല. പോട്ടെ, നമുക്ക് TK ഹംസയുടെ സ്റ്റാൻഡപ്പ് കോമഡിയിലേക്ക് പോകാം. സംസ്ഥാനത്തെ പോലീസും ജുഡീഷ്യൽ കമ്മീഷനും മാധ്യമങ്ങളും ഒന്നാകെ അന്വേഷിച്ചിട്ടും കണ്ടെത്താത്ത ഒരു സത്യം വെളിപ്പെടുത്തുകയാണ് ഹംസ. സരിത എസ് നായരുടെ ഭൂതകാലം. സരിത നായരെ അക്ഷരാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കി പഠിച്ചത് ഞാൻ പറയാം. ഒരു പാവപ്പെട്ട കുടുംബത്തെ സാധാരണക്കാരൻ്റെ മകളാണ്. പഠിക്കാൻ നല്ല ബുദ്ധിയുള്ള കുട്ടിയായി, പക്ഷെ പഠിപ്പിക്കാൻ കഴിയില്ല. എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. അതിന് സാമ്പത്തിക കഴിവില്ലാത്തവർ പോളിടെക്നിക്ക് കയറും. അങ്ങനെയാണ് സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ പാസ്സായി. നല്ല നീളവും വലിപ്പവും എന്ന് കണ്ടാൽ ഐഡിയ തോന്നി. ഇത് കണ്ട് ആകപ്പാടെ പഠിപ്പില്ലെന്ന് കണ്ടപ്പോൾ ദുബായിക്കാർക്ക് തോന്നി ഇത് കെട്ടിക്കളയാണ്. അങ്ങനെയാണ് സരിത നായരെ ദുബായിക്കാർക്ക് കെട്ടിയത്. ദുബായിക്കാരനും 5-6 മാസം ഒപ്പം കൊണ്ടു നടന്ന് അവസാനം വല്ലാതെ അദ്ദേഹം കുടുങ്ങി മതിമറന്നു. ദുബായിലേക്ക് തിരിച്ചു പോകുമ്പോൾ താൻ സമ്പാദിച്ച മുഴുവൻ സമ്പത്തും സംരക്ഷിക്കാനും മേൽനോട്ടം നടത്താനും സരിത നായരെ ഏൽപ്പിച്ചു കൊടുത്തു. വാക്കാലല്ല, രജിസ്റ്റർ ഓഫീസിൽ പോയി സർവാധികാരം മുഖ്യാൽ രജിസ്റ്ററാക്കി ആധാരപ്രകാരം രജിസ്റ്റർ കൊടുത്തു. ഭർത്താവ് ദുബായിലെത്തി അവർ റെഡിയായി കണ്ടവന് ഇവിടെ ബാങ്കിൽ പോയി പണയം വെച്ച് 3 കോടി രൂപ വാങ്ങി. പിന്നെ വൈകിട്ട് ജീവിതമാണ് തുടങ്ങിയത്. അവിടെയാണ് കുഴപ്പം. പിന്നെ 5 സ്റ്റാർ ഹോട്ടലിലെ താമസിക്കുള്ളൂ, എക്സിക്യൂട്ടീവ് ക്ലാസ് വിമാനത്തിലെ സഞ്ചരിക്കുള്ളൂ. ആ വഴിവിട്ട ജീവിതത്തിന്റെ വഴിമധ്യേ കണ്ടുമുട്ടിയ ആളാണ് ബിജു രാധാകൃഷ്ണൻ. കണ്ടുമുട്ടി രണ്ടാളുടെ ഹൃദയങ്ങളും ചെണ്ടകൊട്ടി രണ്ടാളുടെ മുട്ടി. അതോടുകൂടി ഇതാണ് സംഭവത്തിന്റെ തുടക്കം. ബിജുവിന് നിർത്തി. ഹിന്ദു വിവാഹ നിയമപ്രകാരം വിവാഹം ചെയ്തത് ഭാര്യ രശ്മി 2.5 വയസ്സായ ഒരു കുട്ടിയുണ്ട്. അവിടെ നിന്ന് മോചനം കിട്ടാൻ ബിജു രാധാകൃഷ്ണൻ ചെയ്ത് പണിയുന്നത് രാത്രി 12 മണിക്ക് 2 സ്മോൾ അടിച്ചിട്ട്, സ്മോളിൽ തന്നെ ഓട്ടസ്മോൾ വലിയ സ്മോളാണ് നമ്മൾ തന്നെ കയറി ചെന്ന് മുളിമുളിയിട്ട് ഈ രശ്മിയെ ചവിട്ടിക്കൊന്നു. ആ രാധാകൃഷ്ണനുമായിട്ടാണ് കർണാടക ഗസ്റ്റ് ഹൗസിൽ വെച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതിവേഗം ബഹുദൂരം ചർച്ച നടത്തുന്നത്. ചർച്ച കഴിഞ്ഞ് പുറത്തു വന്ന ഉമ്മൻചാണ്ടിയോട് എത്ര കാര്യം ചോദിച്ചോ, എന്താണ് സാർ ഇത്ര വലിയ? അത് കുടുംബകാര്യം. ഞാൻ നിങ്ങളോട് സ്വകാര്യം പറഞ്ഞാൽ നിങ്ങൾ ആരോട് പറയരുത്. ഈ ഹലാൽ ഉമ്മൻചാണ്ടി ഞാൻ ഒരുമിച്ച് പഠിച്ചതാണ്. അത് സ്വകാര്യം വെച്ചാൽ മതി. ഈ ഫോട്ടോ കൂടെ പഠിച്ചതെന്ന് പറഞ്ഞാൽ നാണക്കട. ഈ എറണാകുളം ലോ കോളേജിൽ 2 കൊല്ലം FL BL എന്ന ഒറ്റ ബെഞ്ചിലിരുന്നാൽ മതി. എനിക്ക് പറഞ്ഞ നന്നായിട്ടല്ല. അങ്ങനെ നടക്കുകയാണ് കേസ്. സെക്രട്ടേറിയറ്റിലൊക്കെ സരിത നായർ കയറി ചെല്ലുമ്പോൾ പോലീസ് സരിതനെ ഈ വെറുതെ വിളിക്കണമെന്നില്ല. അതാണ് ഞാൻ നിങ്ങളോട് പറയാം. 20 കൊല്ലം MLA ആണെന്ന് ഞാൻ മന്ത്രിയായി ചീഫ് വിപ്പാണ്. 5 കൊല്ലം MP ആയി. ആ സെക്രട്ടേറിയറ്റ് ഞാൻ കയറി ചെന്ന ഇല്ല. സരിത എന്നാൽ എനിക്കിപ്പോൾ ജനത്തിന്റെ ആഗ്രഹം പറയാൻ ഞാൻ എന്റെ സമ്പ്രദായം അറിയുന്നത്. ചരിത്രത്തിൽ നിന്നുള്ള ഒരു തമാശ കൂടി കേട്ട് ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കാം. അല്പം ആലോചിച്ചാലേ ഇതിനുള്ളിലെ ശരിക്കുള്ള തമാശ മനസ്സിലാകൂ. പൊതു അവധികൾ എത്രയും കുറയ്ക്കുന്നതാണ് ഒരു വികസിക്കുന്ന രാഷ്ട്രത്തിന്റെ ലക്ഷണമെന്നുള്ളത് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം അവധിയോടുള്ള നമ്മുടെ ആസക്തി ഒരു അപലക്ഷണമായി കണക്കാക്കുന്ന ആളാണ് ഞാൻ. ജപ്പാനിൽ ഏറ്റവും കുറവാണ് പൊതു അവധികളുള്ളത്.
അമേരിക്കയിൽ ആകെപ്പാടെ 5 പബ്ലിക് ഹോളിഡേ ഉള്ളൂ. നമുക്കിവിടെ ഏകദേശം ഇപ്പം 200ഓളം വരുന്നുണ്ട്. ബന്ധു ഉൾപ്പെടെ എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ രേഖപ്പെടുത്താമെങ്കിൽ പറയാം. 1938 ഒക്ടോബർ മാസത്തിൽ, ഇയറും മാസവും മറക്കരുത്, ഗാന്ധിജി ഹരിജൻ പത്രത്തിൽ എഴുതി, എൻ്റെ ജന്മദിനം ഒരിക്കലും ഒരു പൊതു അവധിയായിട്ട് വെക്കരുത്. എൻ്റെ ജന്മദിനം പൊതു അവധിയായിട്ട് വെക്കുകയാണെങ്കിൽ ഞാനതൊരു കോഗ്നൈസബിൾ ഒഫൻസ് ആണ് എന്ന് പറയാൻ ധൈര്യപ്പെടുന്നു. 38ലാണ് പറഞ്ഞത്. കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്ക് സ്വയമായിട്ട് കേസെടുക്കാവുന്ന, കുറ്റകരമാക്കി തീർക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവാക്കിയതിന് ശേഷം ആദ്യം ചെയ്ത കാര്യം ഗാന്ധിജിയുടെ ജയന്തി നമ്മൾ പൊതു അവധി ദിവസമാക്കി തീർക്കുകയാണ്. അപ്പോൾ ഗാന്ധി ജയന്തിയെ പറ്റി അദ്ദേഹത്തിന്റെ പ്രപൗത്രൻ തുഷാർ ഗാന്ധി പറഞ്ഞ ഒരു വാചകം കൂടെ കേൾക്കണം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രപിതാവ് മകന് ആഗ്രഹമുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ജന്മദിനം കൂടുതൽ പ്രവർത്തിക്കുന്ന ദിനമാകണം. 8 മണിക്കൂറാണ് സാധാരണ പ്രവർത്തിക്കുന്നെങ്കിൽ എൻ്റെ പ്രപിതാവിനെ ആരാധിക്കേണ്ടത് അന്ന് 12 മണിക്കൂർ എല്ലാവരും ജോലി ചെയ്യണമെന്ന് പറയണമെന്ന് പറഞ്ഞു. നിങ്ങളുടെയൊക്കെ മനസ്സിൽ വെച്ചോണം നമ്മൾ. അവധികളുടെ എണ്ണം കൂട്ടി അത് ഭരണ നേട്ടമായി പ്രഖ്യാപിക്കുന്നവരെല്ലാം ഗാന്ധി ശിഷ്യന്മാർ തന്നെ ആയതിനാലാണ് ഈ ചരിത്ര തമാശയ്ക്ക് ചിരി കൂടുന്നത്. തിരുവാതിരവായ്ക്ക് അവധി ഉണ്ടാകില്ല. അടുത്തയാഴ്ച വീണ്ടും കാണാം. അതിനിടയ്ക്ക് കാണാൻ തോന്നിയാൽ മനോരമ-news.com-ലോ യൂട്യൂബിലോ തിരയുക. ജയലളിതയെ പോലെ സന്തോഷമുള്ളവരായിരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.